അതെ, ഈ ചിലവരൊക്കെ പരാതി പറഞ്ഞേക്കാം, ഇത്രയും വർഷം ജീവിച്ചിട്ടും ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടോ. ഇങ്ങനെയുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ആഗ്രഹപ്രകാരമാണോ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്? നമ്മുടെ ഇഷ്ടപ്രകാരമാണോ നമുക്ക് ഈ ശരീരം കിട്ടിയത്? നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ നമ്മളെ കളറ് നിശ്ചയിച്ചത്? നമ്മൾ ആഗ്രഹം കൊണ്ടാണോ ഇവിടെ കടലും മലയും എല്ലാം ഉണ്ടായത്? നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ രാത്രിയും പകലും വരുന്നത്? നമ്മളെപ്പോഴും ആഗ്രഹിക്കുമ്പോഴാണോ മഴ വരുന്നത്? അല്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാതെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കാതെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ചിന്തിച്ച് വെറുതെ ബേജാറാവാതെ നമുക്ക് പറ്റാവുന്ന ആഗ്രഹങ്ങൾ, നമ്മളെക്കൊണ്ട് സാധിക്കാവുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തെരഞ്ഞു പിടിച്ച് അങ്ങോട്ട് മനക്കെട്ട് കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നമ്മളെ കയ്യിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ നമ്മളെ കയ്യിലേക്ക് ഒതുങ്ങുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മളെ കയ്യിലേക്ക് എത്തിപ്പിടിക്കാം എന്നുള്ള ഒരു ആശയത്തിലൂടെ മുന്നോട്ട് പോയിട്ട് നമ്മളതിനെ നേടാൻ നോക്കുക. ഓക്കെ, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിലും ചിലതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടത് എന്താണ്? നേരായ വഴിയും ആത്മവിശ്വാസവും ധൈര്യവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് കുറച്ചൊക്കെ ആഗ്രഹിച്ച് കാര്യങ്ങൾ നേടാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാം ആഗ്രഹിച്ച കാര്യങ്ങളും നമ്മുടെ കൈക്കുള്ളിൽ ഉണ്ടാവണമെന്ന് നമ്മൾ അങ്ങനെ വാശി പിടിക്കാതിരിക്കുക. ഓക്കെ, അതിന് വേണ്ടി സമയം കളയാതിരിക്കുക. ഓക്കെ, നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട സമയത്ത് പടച്ചോൻ തന്നിരിക്കും. അതിന് നമ്മൾ വെറുതെ കൈകെട്ടിരുന്നാൽ കിട്ടുന്നല്ല പറയുന്നത്. അതിനുള്ള പ്രയത്നങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച്, കിട്ടാത്തതിനെക്കുറിച്ച് വിഷമിക്കാതെ ഉള്ളതിനെ എങ്ങനെ ഇരട്ടിയാക്കാൻ പറ്റുന്നു, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിനെ അങ്ങോട്ട് എത്താനുള്ള വഴി എന്താണെന്ന് ചിന്തിച്ച് പോവുക. ഇല്ലാത്തതും കിട്ടാത്തതും ആലോചിച്ച് കരഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലത് നേടിയെടുക്കാൻ പറ്റുന്നതും എളുപ്പമുള്ളതുമായ മാർഗത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന് ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും ഓരോ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയിലും എന്നെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.